ടൗണിൽ ബസ്സിറങ്ങിയ ജ്യോതിക ഉച്ചവെയിൽ വിരിച്ചിട്ട തെരുവിലൂടെ മുന്നോട്ട് നടന്നു. ആളുകൾ ഒഴുകുകയാണ്. കനമുള്ള ബാഗ് അവൾ മുതുകിൽ ഞാത്തിയിട്ടു. ആ ബാഗ് പോലെ കനമുണ്ടായിരുന്നു അവളുടെ മനസ്സിനും. എത്ര പെട്ടെന്ന് അച്ഛൻ മഞ്ഞുപോലെ മാഞ്ഞു പോയത്. ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് അച്ഛനുണ്ടായിരുന്നത്? ജ്യോതിക ആലോചിച്ചു. രോഹിത്തിൻ്റെ സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, തൻ്റെ എക്സാം ഫീസ്, ഹോസ്റ്റൽ ഫീസ്, വീട്ടുചെലവുകൾ എല്ലാത്തിനും പണം കണ്ടെത്തണം. ചിന്തിക്കും തോറും കെട്ടുകൾ മുറുകുന്നത് പോലെ തോന്നി അവൾക്ക്. ജ്യോതികയുടെ അച്ഛൻ വസുദേവൻ ഹൈപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസറായിരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും രാത്രിയിൽ വസുദേവൻ വീട്ടിലെത്തും. തിങ്കളാഴ്ച മടങ്ങും. ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ജ്യോതികയും ഹോസ്റ്റലിൽ നിന്നെത്തും. അന്നാണ് വസുദേവനും അമ്മ രേവതിയും ചേർന്ന് ഇഷ്ടഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് അടുക്കള സജീവമാക്കും. സ്വപ്നങ്ങൾ ഉണരുന്ന ഇടം കൂടിയായിരുന്നു അടുക്കള. അത് കഴിഞ്ഞാൽ പിന്നെ ഗാനമേളയാണ്. അമ്മ രേവതി നന്നായി പാടും. അനുജൻ രോഹിത്ത് ഗിറ്റാർ വായിക്കും. അച്ഛൻ വസുദേവനും ജ്യോതികയും അത് കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സ്വർഗം പോലൊരു വീട്. അന്ന് വരുന്ന സമയം കഴിഞ്ഞിട്ടും വസുദേവൻ വന്നില്ല. പ്രൊജക്റ്റ് ചെയ്യാനുള്ളതിനാൽ ജ്യോതിക അന്ന് ഹോസ്റ്റലിൽ തന്നെ തങ്ങിയിരുന്നു. പിറ്റേന്ന് ജ്യോതിക എത്തുമ്പോൾ വീട്ടുവളപ്പിലും മുറ്റത്തും നിറഞ്ഞു കവിഞ്ഞ ആൾക്കൂട്ടം. അവൾ കണ്ടു. നടുത്തളത്തിൽ കണ്ണാടിക്കൂടിനുള്ളിൽ ശാന്തമായ മുഖത്തോടെ കിടക്കുന്ന അച്ഛൻ. നിലവിളിക്കുന്ന ബന്ധുക്കൾക്കു നടുവിൽ അവളുടെ അമ്മ മാത്രം. ഒന്നും മിണ്ടാതെ കരയാതെ ഒരേ ഇരിപ്പ്, തെറിച്ച നോട്ടം. ഒന്നും കാണാത്തതുപോലെ കേൾക്കാത്തതുപോലെ, വീട് ശൂന്യമായതുപോലെ. രേവതി മുറിയിൽ തന്നെ ചടഞ്ഞിരുന്നു. ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം തൊണ്ട നനയ്ക്കും. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെപ്പോലെ രോഹിത്ത് അങ്ങിങ്ങും നടന്നു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ വസുദേവൻ മേടിച്ച പണം തിരികെ തരണമെന്ന് പറഞ്ഞ് വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങി. രേവതി പകച്ചുപോയി. കടം വാങ്ങിയെന്നോ? അതിനെക്കുറിച്ച് വസുദേവൻ ഒരു സൂചനയും തന്നില്ലല്ലോ. വീട് വിറ്റാൽ പോലും തീരാത്തത്ര കടമുണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും? കുട്ടികളുടെ പഠിപ്പ്, ഭാവി എന്താകും? രേവതി തീർത്തും നിസ്സഹായായി. ഒരു മുറിക്കുള്ളിൽ അന്തിയുറങ്ങിയിട്ടും ഒന്നും തങ്ങളെ അറിയിച്ചില്ലല്ലോ. രേവതി മക്കളെ കെട്ടിപ്പിടിച്ച് ആദ്യമായി നിലവിളിച്ചു. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കൈനീട്ടേണ്ട അവസ്ഥ. അച്ഛൻ മരിക്കും മുൻപുണ്ടാക്കിയ ഭീമമായ ഈ കടക്കെണിയിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് ജ്യോതിക തലപുകച്ചു. എന്തിനാണ് അച്ഛൻ ഇത്രയും തുക കടം വാങ്ങിയിട്ടുണ്ടാവുക? അവൾ ചിന്തിച്ചു. വീട്ടിനകത്തിരുന്നവൾക്ക് ശ്വാസം മുട്ടി. ആളുകളുടെ തുറിച്ചുനോട്ടം ജ്യോതികയ്ക്കു നേരെ നീണ്ടപ്പോൾ രേവതിയുടെ കണ്ണുകൾ പിടഞ്ഞു. അത് കാണാൻ വയ്യാതെയാണ് ജ്യോതിക വീട് വിട്ടത്. അവൾ നടന്ന് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റൽ വളപ്പിലെ മരച്ചുവട്ടിൽ നിന്നു ആരൊക്കെയോ അവളോട് കുശലം പറഞ്ഞു. ജ്യോതിക സ്വന്തം മുറിയിലെത്തി. രാത്രി. ക്ലോക്കിൽ 2 മണി അടിച്ചു. ജ്യോതിക ഉറക്കം വരാതെ മുറിയിൽ അങ്ങിങ്ങ് നടക്കുകയായിരുന്നു. ഈ ഒരു രാത്രി ഇവിടെ തങ്ങാം. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാത്തതിനാൽ നാളെ ഇവിടം വിടേണ്ടി വരും. എല്ലാ 1-ാം തീയതിയും കൃത്യമായി അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിരുന്നതാണ് അച്ഛൻ. ഈ പണമൊക്കെ കണ്ടെത്തിയത് എങ്ങനെയെന്ന് ഒരിക്കൽ പോലും അന്വേഷിച്ചില്ലല്ലോ. അവൾ സങ്കടപ്പെട്ടു. അച്ഛൻ എത്ര നൊമ്പരപ്പെട്ടിരിക്കാം. അവൾക്ക് കരച്ചിൽ വന്നു. പെട്ടെന്ന് റൂമിന് പുറത്ത് ആരുടെയോ കാൽപെരുമാറ്റം കേട്ടു. പുറത്തെ അരണ്ട വെളിച്ചത്തിൽ കണ്ടു സാന്ദ്ര. കോളേജിൽ വെച്ച് ഹോസ്റ്റലിൽ വെച്ചപ്പോഴൊക്കെയോ അവളെ കണ്ടിട്ടുണ്ട്. ഈ പാതിരാത്രിയിൽ മുട്ടി വിളിക്കാൻ മാത്രം അവളോട് തനിക്കൊരു അടുപ്പവുമില്ലല്ലോ എന്ന് ജ്യോതിക ഓർത്തു. എന്താ ഈ രാത്രിയിൽ? രശ്മി വന്നില്ല അല്ലേ? സാന്ദ്ര ചോദിച്ചു. ഇല്ല, നാളെയേ വരൂ. സാന്ദ്ര അത് കേട്ട് മനോഹരമായി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒറ്റയ്ക്ക് കിടക്കാൻ പേടികൊണ്ടാണോ ഉറങ്ങാത്തത്? ജ്യോതിക മൗനം പാലിച്ചു. അകത്തേക്ക് വരട്ടെ? വരൂ, ജ്യോതിക പറഞ്ഞു. പിന്നിലൊരു നിഴൽ നീങ്ങിയതുപോലെ അവൾക്ക് തോന്നി. ആരും അവിടെ ഉണ്ടല്ലോ. ആരത്? ജ്യോതിയുടെ ചോദ്യം അവൾ ശ്രദ്ധിച്ചില്ല. മുഖവുരയില്ലാതെ സാന്ദ്ര ചോദിച്ചു. ഹോസ്റ്റൽ ഫീസ് അടച്ചില്ല അല്ലേ? ഇല്ല. കാര്യങ്ങളൊക്കെ മേട്ടൻ പറഞ്ഞു കേട്ടോ. ഞാൻ വേണമെങ്കിൽ കുട്ടിയെ സഹായിക്കാം. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നില്ല. എൻ്റെ കൂടെ വരുന്നോ? നീ സുന്ദരിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിക്കാം. ആരും അറിയില്ല. പണത്തിന് പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആദ്യം ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ശരിയാകും. വീട്ടിലെ കാര്യങ്ങൾക്കും പണം വേണ്ടേ? ഇവിടെ ഇതൊക്കെ പതിവാണ്. പലരും അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇതൊക്കെ സാധാരണമാണിപ്പോൾ. ഓക്കെ എങ്കിൽ നാളെ തന്നെ റെഡിയായിക്കോളൂ. സാന്ദ്ര അത് പറഞ്ഞ് മുറി വിട്ടു. ജ്യോതിക സ്തംഭിച്ചു പോയി. അവളുടെ തൊണ്ട വരണ്ടു.
അവൾക്ക് ആദ്യമായിരുന്നു ഇങ്ങനൊരു അനുഭവം. ആളെ സ്വന്തമായി തിരഞ്ഞെടുക്കാമെന്ന്. എന്തൊരു സൗജന്യം! ഇതൊരു കുരുക്കാണ്, അഴിക്കുംതോറും മുറുകുന്ന കുരുക്ക്. തനിക്കു നേരിട്ട് അപമാനമോർത്ത് ജ്യോതിക സങ്കടപ്പെട്ടു. ഓർക്കുംതോറും ദേഹമാസകലം ചൊറിയൻ പുഴു ഇഴയുന്നത് പോലെ. ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വയ്ക്കരുത്. ഭാവിയിൽ സ്വന്തം വഴി സ്വയം വെട്ടിത്തെളിക്കേണ്ടി വരുമ്പോൾ പതറരുത്. അച്ഛൻ പറഞ്ഞ ഉപദേശങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. എന്നിട്ടും അച്ഛൻ എന്താണ് സംഭവിച്ചത്? ആരോ അച്ഛനെ ചതിച്ചിട്ടുണ്ട്. ഒക്കെ കണ്ടുപിടിക്കണം, ഉറപ്പാണ്. ഇവിടെ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല. സാന്ദ്രയ്ക്ക് പിന്നിൽ ഒരു നിഴൽ ഉണ്ടായിരുന്നെന്ന് അവൾ കണ്ടുപിടിച്ചിരുന്നു. അത് മേട്ടനായിരിക്കണം. മേട്ടൻ്റെ മൗനാനുവാദമുണ്ട് എല്ലാത്തിനും. ഒരു വഴി അടഞ്ഞാൽ മറ്റു വഴി കണ്ടുപിടിക്കണം. ജ്യോതികയുടെ മനസ്സിലൂടെ പല മുഖങ്ങൾ കടന്നുപോയി. രോഹിത്ത്, അമ്മ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും നിസ്സഹായരാണ്. പലരുടെയും നോട്ടം തൻ്റെ നേർക്ക് ഇഴഞ്ഞു വരുന്നത് കണ്ട് അമ്മയുടെ കണ്ണുകൾ പിടയുന്നത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ഇനിയും മറ്റൊരു കുരുക്കിലേക്ക് നീങ്ങുക വയ്യ. മരണം മുന്നിൽ കണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സാന്ദ്രയുടെ വരവോടെ അവളൊരു തീരുമാനമെടുത്തു. ചെളി നാറിയ വഴി ജീവിതത്തിൽ അങ്ങേയറ്റം തുടരും. ഒരു ജോലി കണ്ടെത്തണം. അവൾ രാഹുലിൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അവനെ വിളിച്ചു. അത്ര പരിചയമൊന്നുമില്ല, എന്നിട്ടും വിളിച്ചു. രാഹുലേ, അന്ന് കണ്ടപ്പോൾ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആരെയെങ്കിലും കിട്ടിയോ? ഇല്ല, രാഹുൽ പറഞ്ഞു. എന്നാൽ ഒരാളുണ്ട് കേട്ടോ. ഇന്നു തന്നെ രാഹുലിനെ കാണാൻ വരാൻ പറയട്ടെ? ആ ശരി, പറഞ്ഞേച്ചോളൂ. അവളുടെ മനസ്സ് തണുത്തു. തൽക്കാലം രോഹിത് പഠിക്കട്ടെ. അവൾ രാഹുലിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ അമ്മ സുശീൽ ആൻറ്റിയാണ് വാതിൽ തുറന്നത്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയെന്നും ആ ചേച്ചിക്ക് ഗവൺമെൻറ് പ്രസ്സിലാണ് ജോലിയെന്നും അവൾ ചായ കുടിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു. നീ പറഞ്ഞ ആളെവിടെ? രാഹുൽ ചോദിച്ചു. ജ്യോതിക മൗനം വിട്ടു. ഞാൻ തന്നെയാണ് ആള്. കാര്യങ്ങൾ അവൾ ചുരുക്കി പറഞ്ഞു. ഹോസ്റ്റൽ വിടേണ്ടി വന്ന കാര്യമടക്കം. അച്ഛനെ ഓർത്തപ്പോൾ അവൾ വിതുമ്പിക്കരഞ്ഞു. ഒരു ഹോം നഴ്സിൻ്റെ ജോലിക്ക് പറ്റിയ പ്രായമൊന്നും നിനക്കായിട്ടില്ല. മാത്രമല്ല കുട്ടിക്ക് പഠിക്കണ്ടേ? അവൾ ക്ഷമയോടെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവരെ പറഞ്ഞ് ബോധിപ്പിച്ചു. ശിവേട്ടൻ എൻ്റെ ഏട്ടനൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല ദേഷ്യക്കാരനാ. കുട്ടിക്ക് സങ്കടാവും, സുശീലാൻറ്റി പറഞ്ഞു. എൻ്റെ മാമനൊക്കെ തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ. രാഹുലും കൈയൊഴിഞ്ഞു. എല്ലാം കേട്ട ജ്യോതിക തലകുലുക്കി. സാരില്ല, കിടക്കാൻ ഒരു ഇടം കിട്ടൂലോ. അതായിരുന്നു അവളുടെ ആശ്വാസം. പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു ജോലിയും. ഒന്നുമില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളല്ലേ. അവൾ അത് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ടൗണിൽ നിന്ന് 1/2 കിലോമീറ്റർ ഉള്ളിലാണ് നടുവത്ത് തറവാട്. അവിടെ ചെല്ലുമ്പോൾ സൂര്യൻ ഉച്ചിയിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരനോട് ജ്യോതിക കാര്യം പറഞ്ഞു. പാറാവുകാരൻ ആർക്കോ ഫോൺ ചെയ്തു. അകത്തേക്ക് ചെന്നോളൂ. അയാൾ ഗേറ്റ് തുറന്നു പിടിച്ച് പറഞ്ഞു. സിറ്റ് ഔട്ടിൽ തന്നെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ശിവദാസ് സാർ ഇരിക്കുന്നത് ജ്യോതിക കണ്ടു. അവൾ പതുക്കെ അകത്തേക്കു നീങ്ങി. അമ്മയോളം പ്രായമുള്ളൊരു സ്ത്രീ അവളെ കാത്തകത്തു നിന്നിരുന്നു. അവർ പരിചയപ്പെട്ടു. സൗമ്യമായ മുഖമായിരുന്നു അവരുടേത്. കഴിക്കാൻ എടുക്കട്ടെ? ശരി. ചേച്ചി ഞാൻ എന്താ വിളിക്കുക? പ്രേമ. ഇവിടെയുള്ളവർ എന്നെ പ്രേമമാന്ന് വിളിക്കും. കുട്ടി മതന്നെ വിളിച്ചോളൂ. സുശീല ചേച്ചി വിളിച്ചിരുന്നു, മോള് വരുമെന്ന് പറഞ്ഞ്. ഇത്രയും ചെറിയ കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ, പ്രേമ പറഞ്ഞു. ബാത്റൂമിൽ കാൽവഴുതി വീണതാ ശിവദാസ് സാറ്. ഒരാഴ്ച കിടന്ന ഹോസ്പിറ്റലിൽ. മകൻ UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആളൊരു സാധു കേട്ടോ. ലീല ചേച്ചി മരിച്ചേ പിന്നെ സാറ് ഒറ്റയ്ക്കായതിൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. ചേച്ചിക്ക് ക്യാൻസറായിരുന്നു. കുറേ ചികിത്സിച്ചു. ഒരു മകനേ ഉള്ളവർക്ക്. അനന്ത് എന്നാ പേര്. UK അപ്പോൾ അവിടെ ബിസിനസ്സാണ്. സമയാസമയം മരുന്ന് കൊടുക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, ബാത്റൂമിൽ പോകാൻ സഹായിക്കുക, കുളിപ്പിക്കുക, വീൽ ചെയറിലിരുത്തി വീട്ടിനകത്തും പുറത്തും കൊണ്ടുപോവുക ഒക്കെ അവളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഒരു ദിവസം മുകൾ നിലയിലെ വിശാലമായ ഹാളിലൂടെ അദ്ദേഹത്തെ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോകുമ്പോൾ ഒരു മുറിയുടെ ചുമരിൽ വ്യത്യസ്ത നിറത്തിലുള്ള ചായക്കൂട്ടുകൾ കൊണ്ട് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വരച്ചു വെച്ചത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾക്ക് കൗതുകമായി. അതിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നില്ല. പിറ്റേന്ന് ശിവദാസ് സാറ് പതിവുള്ള ഉച്ചമയക്കത്തിലേക്ക് വീണ നേരത്തവൾ ആകാംക്ഷയോടെ ആ മുറിയിലെത്തി. ക്യാൻവാസും ചായക്കൂട്ടുകളും പാതി വരച്ചതും മിനുക്കുപണികൾ മാത്രം ബാക്കിയുള്ള പെയിൻറ്റിങ്ങുകളും നിറഞ്ഞ ഒരത്ഭുത ലോകമായിരുന്നു അത്. ജരാനരകൾ ബാധിച്ചതുപോലുള്ള അവളുടെ മനസ്സിലേക്ക് ദിവ്യ ഔഷധം തളിച്ചതുപോലെ തോന്നി അതിനുള്ളിലെത്തിയപ്പോൾ. ഇത്ര മനോഹരമായി ആരാകും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകുക? തൊട്ടും തലോടിയും പൊടി തൂത്തും ഏതാണ്ട് അരമണിക്കൂറോളം അവൾ അവിടെ ചെലവിട്ടു. ഉച്ചനേരത്തവൾ ആ മുറിയിലെത്തുന്നത് പതിവാക്കി. മറന്നുപോയ ചായക്കൂട്ടുകൾ മുന്നിൽ ചിത്രങ്ങളായി വിരിഞ്ഞു. അതവളുടെ മനസ്സിനെ തണുപ്പിച്ചു. ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവനവനിൽ തെളിഞ്ഞ ചിന്തകൾ ക്യാൻവാസിലേക്ക് പകർത്തി.
അതിൽ സ്വപ്നവും പ്രണയവും നിരാശയും എല്ലാം ഇഴചേർന്നു. ഓരോന്ന് വരയ്ക്കും തോറും അടുത്തത് വരയ്ക്കാൻ ആവേശമായിരുന്നു അവൾക്ക്. അവൾ വരച്ച വ്യത്യസ്ത ചിത്രങ്ങൾ കൊണ്ട് മുറി നിറഞ്ഞു. 1 മാസം കഴിഞ്ഞു. ശിവദാസിൻ്റെ വലതുകാലിലെ പ്ലാസ്റ്റർ അഴിച്ച് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം ഉച്ചമയക്കം കഴിഞ്ഞ് വെറുതെ കിടക്കുകയായിരുന്ന ശിവദാസിൻ്റെ മുന്നിലേക്ക് അവൾ മനോഹരമായൊരു പെയിൻറ്റിങ് നീട്ടി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ വരച്ചതാണെന്നറിഞ്ഞപ്പോൾ കൗതുകം വർദ്ധിച്ചു. ശിവദാസ് സാറിനെ ഇഷ്ടമായെന്ന് കണ്ടപ്പോൾ അവൾ അദ്ദേഹത്തെ വീൽ ചെയറിലിരുത്തി പെയിൻറ്റിങ് നിറഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾ പകുതി വരച്ചതും മുഴുമിപ്പിച്ചതുമായ മുഴുവൻ ചിത്രങ്ങളും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ശിവദാസ് സാർ കണ്ടു. എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുക? അവൾ ചിരിച്ചു. കയ്യിൽ ബ്രഷ് എടുത്താൽ ലഹരി പോലെയാണ്. രാത്രി കടക്കാർ വന്ന് അമ്മയെ ശല്യം ചെയ്യുന്നു, കൂടി വരുന്നെന്ന് വിളിക്കുമ്പോഴൊക്കെ രോഹിത് പറയും. അവരോട് അവധി പറഞ്ഞു മടുത്തു. ഫോൺ ചെയ്താൽ കരച്ചിലല്ലേ അവസാനിക്കൂ. അമ്മ വല്ലാതെ ക്ഷീണിച്ചു. രോഹിത്തിൻ്റെ കുട്ടിത്തം എവിടെയോ മറഞ്ഞു. ബന്ധുക്കളെല്ലാം അകന്നു. ഈ ദുർവിധിക്കു കാരണം അച്ഛൻ്റെ കടമാണ്. അതുകൊണ്ട് മാത്രമാണോ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? അതുമാത്രമാവാൻ തരമില്ല. മറ്റെന്തോ ഉണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്ന് ഓർത്ത് കിടന്നാൽ പിന്നെ ഉറക്കേ വരില്ല, എത്ര ശ്രമിച്ചാലും. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോരും. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ജ്യോതിക പറഞ്ഞു. അയാൾ അവൾക്കു നേരെ തിരിഞ്ഞു. നീ ശരിക്കും ആരാണ്? നീ ഒരു ഹോം നഴ്സ് അല്ലെന്ന് ആദ്യമേ പരിചയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു. സുശീലയോട് ചോദിച്ചപ്പോൾ ഒന്നും ഇട്ടു പറയണമില്ല. രാഹുലിൻ്റെ സുഹൃത്താണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നുമേ അവൾ പറഞ്ഞുള്ളൂ. ശിവദാസിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. ജ്യോതിക അടച്ചുവെച്ച വാതിൽ തുറന്നു. ജ്യോതികയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അടക്കി നിർത്തിയ സങ്കടം വിതുമ്പലായി. പതിയെ അവൾ ശാന്തയായി. പിന്നെ അവൾ പറയാൻ തുടങ്ങി. തൻ്റെ അച്ഛനെക്കുറിച്ച്, തങ്ങൾ നേരിടുന്ന കടക്കണിയെക്കുറിച്ച്, നിസ്സഹായാവസ്ഥയെക്കുറിച്ച്, അപമാനത്തെക്കുറിച്ച്. ശിവദാസ് ക്ഷമയോടെ എല്ലാം കേട്ടു. അദ്ദേഹത്തിന് അവളോട് വാത്സല്യം തോന്നി. പാവം, ആഹ്ലാദിച്ചു നടക്കേണ്ട പ്രായത്തിൽ നെരിപ്പോട് പോലെ ജീവിക്കുന്ന 2 കുട്ടികൾ. ജ്യോതികയുടെ നെറുകയിൽ കൈതലം വെച്ചു ശിവദാസ് പറഞ്ഞു. നമുക്ക് അന്വേഷിക്കാം, സങ്കടപ്പെടേണ്ട കേട്ടോ. അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഫോൺ മോളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. അത് നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കണം. അവർ കണ്ടുപിടിക്കും. പോലീസിൽ കംപ്ലൈൻറ്റും കൊടുക്കണം. ഓക്കെ, ഞാനുണ്ട് കേട്ടോ കൂടെ. ജ്യോതിക കൈകൾ കൂപ്പി. കണ്ണീരു നിറഞ്ഞ് മുന്നിലെ കാഴ്ചകളെല്ലാം മങ്ങി. പിന്നെ ഈ പെയിൻറ്റിങ്ങുകൾ ഉൾപ്പെടുത്തി നമുക്കൊരു എക്സിബിഷൻ നടത്തണം. ഇതിനെ ഫ്രെയിം ചെയ്താൽ ഇൻറ്റീരിയറിന് ഉപയോഗിക്കാം. നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഇതിനെല്ലാം. അദ്ദേഹത്തിൻ്റെ ഉറച്ച വാക്കുകൾ പ്രതീക്ഷയുടെ കൊടുമുടിയിലെത്തിച്ചു ജ്യോതികയെ. അവൾ ആ വീട്ടിലെ ഒരംഗത്തെ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. ശിവദാസിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിൽ പരാതി നൽകി. ഫോൺ സൈബർ സെല്ലിനു കൈമാറി. താമസിയാതെ ജ്യോതികയുടെ പെയിൻറ്റിങ്ങുകൾ ഉൾപ്പെടുത്തി എക്സിബിഷൻ നടത്തുകയും പ്രമുഖ കമ്പനികളുടെ ഇൻറ്റീരിയർ വർക്കിൽ ഉൾപ്പെടുത്തി നല്ല തുകയ്ക്ക് വിറ്റഴിക്കാനും തുടങ്ങി. ജ്യോതിക സമാധാനത്തിൻ്റെ തുരുത്തിലെത്തി. കടങ്ങൾ കുറേശ്ശെയായി വീട്ടി തുടങ്ങി. വസുദേവൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പോലീസ് ചുരുളഴിച്ചു. വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണത്. വസുദേവൻ മരിക്കുന്നതിന് 1 മാസം മുൻപ് ജ്യോതികയുടെ വീടിനടുത്ത വാടക വീട്ടിൽ 2 സ്ത്രീകൾ പുതുതായി താമസിക്കാനെത്തി. പരിചയപ്പെട്ടു അവരെ. അവരുടെ പാർട്ട്ണർമാർ വീക്കെൻഡിലേ വരൂ. എല്ലാവരും ഉന്നത ഉദ്യോഗസ്ഥരാണ്. മാന്യത നിറഞ്ഞ പെരുമാറ്റം. താമസിയാതെ ജ്യോതികയുടെ കുടുംബവുമായി അവർക്ക് നല്ല ബന്ധമായി. ഒരു ദിവസം വാടക വീട്ടിൽ വെള്ളം വരുന്നില്ലെന്നും പൈപ്പിനെന്തോ കേടാണെന്നും പ്ലംബറെ വിളിച്ചു കിട്ടിയില്ലെന്നും അവർ വിഷമത്തോടെ വസുദേവനെ അറിയിച്ചു. അവർ ജോലി കഴിഞ്ഞു വന്ന നേരമായിരുന്നു. വസുദേവനോട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് സ്ത്രീകളിലൊരാൾ ചോദിച്ചു. നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം വാടക വീട്ടിലെത്തി. അതൊരു ട്രാപ്പായിരുന്നു. വീട്ടിലെത്തിയയുടൻ അവരുടെ ഭർത്താക്കന്മാർ അദ്ദേഹത്തെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. പെണ്ണുങ്ങൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് വസുദേവന്റെ ഇടവും വലവും നിന്നു. അയാളുടെ വസ്ത്രങ്ങളും ഭീഷണിപ്പെടുത്തി ഊരിപ്പിച്ചു. തുടരെ ഫ്ലാഷുകൾ മിന്നി. ഭർത്താക്കന്മാരിൽ ഒരാൾ എല്ലാത്തിനും നേതൃത്വം കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തെ ഇതെല്ലാം പുറത്തു പറഞ്ഞാൽ കഥ തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. മകളെ ഇതുപോലെ ചെയ്യേണ്ടെങ്കിൽ പണം തരണമെന്ന് പറഞ്ഞപ്പോൾ വസുദേവൻ ആകെ തകർന്നുപോയി. നിവൃത്തിയില്ലാതെ പണം കൊടുത്ത വസുദേവൻ പിന്നെയും കൊടുത്തു. ഒടുക്കം അപമാനിതനായി എത്ര കാലം ജീവിക്കുമെന്നോ തോന്നിയപ്പോൾ അയാൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. വസുദേവന്റെ ഫോണിൽ നിന്ന് അയാൾ നശിപ്പിച്ച ന്യൂഡ് ഫോണുകളെല്ലാം തിരികെ കിട്ടി. സ്ഥിരം കുറ്റവാളികളായിരുന്നു അവർ. 1 മാസത്തിൽ കൂടുതൽ എവിടെയും അവർ വാടകയ്ക്ക് താമസിക്കില്ല. അതിനുള്ളിൽ അവർ പുതിയ ഇരകളെ കണ്ടെത്തിയിരിക്കും. ഒരിടത്തും അവർ പിടിക്കപ്പെട്ടില്ല. അതായിരുന്നു അവരുടെ ആത്മവിശ്വാസം. ഒടുക്കം എല്ലാവരും പോലീസ് പിടിയിലായി. അപമാനത്താൽ ജീവിതം വഴിമുട്ടിയ ജ്യോതികയ്ക്കും കുടുംബത്തിനും
ഇത് വലിയ ആശ്വാസമായിരുന്നു. കടുത്ത ഏകാന്തത അനുഭവിച്ചിരുന്ന ശിവദാസിന് ജ്യോതികയുടെ വരവ് ആശ്വാസമായി. ഫിസിയോതെറാപ്പിയിലൂടെ പതിയെ അദ്ദേഹം നടക്കാൻ തുടങ്ങി. കുറേ കാലങ്ങൾക്ക് ശേഷം ശിവദാസ് ബ്രഷ് കയ്യിലെടുത്തു. പാതി വരച്ചുപേക്ഷിച്ച ചിത്രങ്ങളിൽ അദ്ദേഹം ചായക്കൂട്ട് കലർത്തി. ജ്യോതിക നിർത്തിവെച്ച് തൻ്റെ പഠനം പുനരാരംഭിച്ചു. നഷ്ടപ്പെട്ട സമാധാനം ആ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവൾ വരച്ച ചിത്രങ്ങൾക്ക് അതിനോടകം നല്ല പ്രചാരം കിട്ടിയിരുന്നു. കടങ്ങളെല്ലാം അവൾ വീട്ടി. രോഹിത് മിടുക്കനായി വളർന്നു. നഷ്ടപ്പെട്ട സമാധാനം അവൾക്ക് അമ്മയ്ക്ക് തിരികെ നൽകാൻ സാധിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, അഭിപ്രായങ്ങളും പറയണേ.